പിന്നെന്താ അടുത്തേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഗ്രീഡിയൻസ് പഠിച്ചു. നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ഓർ സിമെൻറ്റിങ് മെറ്റീരിയൽ ഉണ്ടാവും, ഒരു ഫൈൻ അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കും, ലൈക്ക് സാൻഡ്, ആഷസ് പോലുള്ളത്. അതുപോലെ തന്നെ എന്താണ്, വാട്ടറും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. വാട്ടറിനൊരു സ്പെസിഫിക്കേഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഷുഡ് ബി ഫ്രീ ഫ്രം ഓയിൽസ്, ആസിഡ്സ്, ആൽക്കലി ആൻഡ് അതർ ഇൻഓർഗാനിക് ഇമ്പ്യൂരിറ്റീസ്. ഇതൊന്നും എന്തിലുണ്ടാവാനായിട്ട് പാടില്ല? നമ്മൾ മോട്ടാറിൽ ആഡ് ചെയ്യുന്ന, മോട്ടാറിലായാലും കോൺക്രീറ്റിലായാലും ആഡ് ചെയ്യുന്ന വാട്ടറിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. പിന്നെന്താണ് ഫങ്ഷൻസ് പഠിച്ചു. ഇംപ്യൂരിറ്റീസ് ഓർഗാനിക് ആയാലും ഇൻഓർഗാനിക് ആയാലും അതെ, പ്രശ്നമാണ്. അതെടുത്ത് പറഞ്ഞേക്കണം. എന്താ അങ്ങനെ ഇൻഓർഗാനിക് അങ്ങനെ എടുത്ത് പറഞ്ഞതിന് പ്രത്യേകിച്ച് അതൊന്നുമില്ല. ഓർഗാനിക് ആയാലും ഇൻഓർഗാനിക് ആയാലും പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇൻഓർഗാനിക്കിന് ഉദ്ദേശിച്ചത് ഈ പ്ലാസ്റ്റിക് പോലുള്ള കാര്യങ്ങളാണ്. അതൊരിക്കലും നമുക്ക് ഇതിൽ മിക്സ് ആയി കഴിഞ്ഞാൽ ശരിയാവില്ല. സ്ട്രെങ്ത്തിൽ ഭയങ്കരമായിട്ട് ബാധിക്കും. ഓർഗാനിക് ഇതാരാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ? ബി മാത്രമേ ഉള്ളൂല്ലോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ. ഓർഗാനിക് മെറ്റീരിയൽ ആവുമ്പോൾ അതിൻ്റെ ഡീകമ്പോസിഷനൊക്കെ നടക്കും. അപ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് കൂടുതലാവില്ല ഡീകമ്പോസിഷൻ നടക്കുന്ന കാരണം. പ്ലാസ്റ്റിക് പോലുള്ള കാര്യങ്ങളാകുമ്പോൾ എന്താ പ്രത്യേകത? കെമിക്കൽ റിയാക്ഷൻസ് അവിടെ നടക്കും ഇൻഓർഗാനിക് ആവുമ്പോൾ. ഓക്കെ, ഫങ്ഷൻസ് പഠിച്ചു. ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ കോൺക്രീറ്റിലെ കോഴ്സ് അഗ്രിഗേറ്റിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നു. മേസൺട്രിക്ക് സ്ട്രെങ്ത് കൊടുക്കണു. മേസൺട്രി ജോയിൻസിൽ ഫില്ല് ചെയ്യുന്നു. പിന്നെ ഒരു കാര്യം പഠിച്ചുള്ളൂ എക്സ്ട്രാ. എന്താ എക്സ്ട്രാ എല്ലാം നമുക്കറിയുന്ന കാര്യം തന്നെ. മോട്ടാർ കുറച്ചും കൂടിയും ലിക്വിഡ് ഫോമിലാണെങ്കിൽ അതിന് പറയുന്ന പേര് ഗ്രൗട്ട്. പിന്നെന്താണ്, വെതർ റെസിസ്റ്റിംഗ് ആവുന്നു. അതൊക്കെയാണ് ഫങ്ഷൻസിൽ പഠിച്ച. പ്രോപ്പർട്ടീസിൽ നമ്മൾ പഠിച്ചു, ഈസിലി വർക്കബിൾ ആണ്. പിന്നെന്താണ്, ഒരു അഡിസീവ് മെറ്റീരിയലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ചീപ്പാണ്. അതുപോലെ എന്താണ്, ഡ്യൂറബിൾ ആണ്. പിന്നെ വാട്ടറിൻ്റെ പെനിട്രേഷനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെന്താണ്, ഡ്യൂറബിൾ ആണ്. അതിനോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്? ബാക്കിയുള്ള മെറ്റീരിയൽസിൻ്റെ ഡ്യൂറബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അടുത്ത പോയിന്റ് എന്താണ്? ഒരു ഗുഡ് അപ്പിയറൻസ് കൊടുക്കുന്നുണ്ടല്ലേ മേസൺട്രിക്ക് ആയാലും നമ്മൾ ചെയ്യുന്ന സ്ട്രക്ചറിന്. പിന്നെ യൂസസ് പഠിച്ചു. എന്തൊക്കെയാണ്? ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് മ്യൂട്ടാക്കൂ. പിന്നെന്താണ്, പോയിൻറ്റിങ് പ്ലാസ്റ്ററിങ്. അതായത് നമ്മൾ ചെയ്യുന്ന മേസൺട്രിയുടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സർഫസിൽ പോയിൻറ്റിങ് പ്ലാസ്റ്ററിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. പോയിൻറ്റിങ് പ്ലാസ്റ്ററിങ്ങും കാണിച്ചു തന്നില്ലേ? പ്ലാസ്റ്ററിങ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഈ ചുമരൊക്കെ തേക്കുന്നത്. പോയിൻറ്റിങ് നമ്മൾ ഇന്നലെ കാണിച്ചു തന്നു. പിന്നെന്താണ്, മോൾഡിങ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പൈപ്പ്സിന് ഒന്ന് മ്യൂട്ടാക്കൂ. പൈപ്പ്സിൻ്റെ ജോയിൻസ് ജോയിൻ ചെയ്യാനായിട്ട് മോട്ടാർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, സ്ട്രക്ചർ നല്ല അപ്പിയറൻസ് കൊടുക്കുന്നുണ്ട്. ഓപ്പൺ ആയിട്ടുള്ള മേസൺട്രി ജോയിൻസ് ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെന്താണ്, കോൺക്രീറ്റിലെ ഒരു മെട്രിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അടുത്ത ടോപ്പിക്കാണ് എന്ത്? ക്ലാസിഫിക്കേഷൻ ഓഫ് മോട്ടാർ. ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ്? അതിൻ്റെ ബൾക്ക് ഡെൻസിറ്റി അനുസരിച്ചാണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. എന്താ? ബൾക്ക് ഡെൻസിറ്റിയിലാണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താ? കൈൻഡ് ഓഫ് ബൈൻഡിങ് മെറ്റീരിയൽ. ബൈൻഡിങ് മെറ്റീരിയൽ അനുസരിച്ച് എങ്ങനെ ക്ലാസിഫൈ ചെയ്യണം? ഒന്നാമത്തെ എന്താ പറഞ്ഞേ? ബൾക്ക് ഡെൻസിറ്റി. അതിൻ്റെ ഡെൻസിറ്റി എന്താ? ഡെൻസിറ്റി മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം അതാണ് എന്ത്? മലയാളം. അതിൻ്റെ മാസ് ബൈ വോളിയം. നമ്മൾ സയൻസിൽ പഠിക്കാനുണ്ട് കേട്ടോ, നമുക്ക് അപ്പം എടുക്കാം. ഇതാണ് എന്ത്? ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാസ് ബൈ അതിൻ്റെ വോളിയം ചെയ്യുന്നത്. മാസ് എപ്പോഴും ഡ്രൈ വെയിറ്റ് ആയിരിക്കും കേട്ടോ.
ഡ്രൈ ആയിരിക്കും. ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ അതിൻ്റെ മാസ് എന്താണോ അതേ ഡിവൈഡഡ് ബൈ അതിൻ്റെ വോളിയം ചെയ്യുമ്പോഴാണ് നമുക്ക് ഡെൻസിറ്റി കിട്ടുക. ഒന്ന് മ്യൂട്ടാക്കൂ. അപ്പോൾ അതാണ് ബൾക്ക് ഡെൻസിറ്റി അനുസരിച്ച് തരംതിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് കൈൻഡ് ഓഫ് ബൈൻഡിങ് മെറ്റീരിയൽ. ബൈൻഡിങ് മെറ്റീരിയൽ ഏതാണോ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തരംതിരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. പറഞ്ഞ ഏതൊക്കെയാ? ഒന്ന് ബൾക്ക് ഡെൻസിറ്റി അനുസരിച്ചും 2 നമ്മൾ യൂസ് ചെയ്യുന്ന ബൈൻഡിങ് മെറ്റീരിയൽ അനുസരിച്ചിട്ടാണ് മോട്ടാറിനെ എന്ത് ചെയ്തിട്ടുള്ളത്? ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണോ? നമുക്ക് നോക്കാം ബൾക്ക് ഡെൻസിറ്റി അനുസരിച്ച് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് മ്യൂട്ടാക്കൂ. എനിക്ക് കാണുന്നില്ല, അതുകൊണ്ടാണ്. എനിക്ക് സൗണ്ട് മാത്രമാണ് കേൾക്കുന്നത്. ഇപ്പൊ ഓക്കെ ആയില്ലേ? എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യുന്ന കാരണം ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ആ സ്ക്രീൻ കാണുന്ന രീതിയിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും വിസിബിൾ ആവുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ കുറച്ച് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് കാണുന്നവർക്ക്, അതായത് റെക്കോർഡഡ് ക്ലാസ് കാണുന്നവർക്ക് അത് ചിലപ്പോൾ ക്ലിയർ ആവില്ല. അതുകൊണ്ട് ഞാൻ ആ സ്ക്രീൻ മാത്രം വെച്ചിട്ടാണ്. നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് കാണുന്നവർക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് എനിക്ക് ആരാന്നറിയാത്തത്. നോക്കാം. ബൾക്ക് ഡെൻസിറ്റി. According to bulk density of mortar in dry state, there are 2 ways of mortar. എങ്ങനെയാ? ഇത് സ്പെല്ലിങ് തെറ്റുണ്ട്. 2 രീതിയിലാണ് മോർട്ടാറിനെ എന്ത് ചെയ്തിട്ടുള്ളത്? ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ബൾക്ക് ഡെൻസിറ്റി അനുസരിച്ച് 2 ടൈപ്പായിട്ടാണ് മോർട്ടാറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാ? ഒന്നാമത്തെ എന്താ? ഹെവി മോർട്ടാറും 2 ലൈറ്റ് വെയ്റ്റ് മോർട്ടാറും. ഹെവി മോർട്ടാറും ലൈറ്റ് വെയ്റ്റ് മോർട്ടാറും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്താ? ദ മോർട്ടാർ ഹാവിങ് ബൾക്ക് ഡെൻസിറ്റി ഓഫ് 15 kN/mm² ഓർ മോർ ആർ നോൺ ആസ് ഹെവി മോർട്ടാർ. എന്താ പറയുന്നത്? അതായത് 15 kN/mm³ അല്ലെങ്കിൽ 15 kN/mm³ അതിൽ കൂടുതലും ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഹെവി മോട്ടാർ എന്ന് പറയും. ശ്രദ്ധിക്കുക. ബൾക്ക് ഡെൻസിറ്റി 15 kN/mm³ അതിൽ കൂടുതലും ആണെങ്കിൽ നമ്മൾ എന്ത് മോട്ടാർ എന്ന് പറയുക? അതിനെ ഹെവി മോട്ടാർ. എന്താ മോട്ടാർ എന്ന് പറഞ്ഞാൽ? ഹെവി മോട്ടാർ. പിന്നെ നോക്കാം. ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 15 kN/mm³ നോൺ ആസ് ലൈറ്റ് വെയ്റ്റ് മോട്ടാർ. നമ്മൾ പറഞ്ഞു 15 kN/mm³ അതിൽ കൂടുതലായിക്കഴിഞ്ഞാൽ ഹെവി മോട്ടാറാണ്. ഈ 15 kN/mm³ താഴെ ആയിക്കഴിഞ്ഞാൽ എന്താണ് പറയുക? ലൈറ്റ് വെയ്റ്റ് മോട്ടാർ എന്ന് പറയും. എന്താ? ലൈറ്റ് വെയ്റ്റ് മോട്ടാർ. ക്ലിയർ ആയോ? എന്താണ് പർപ്പസ്? അതായത് അതിൻ്റെ വെയിറ്റ് അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൻ്റെ ഡെൻസിറ്റി, സാന്ദ്രത. അങ്ങനെ ക്ലാസിഫൈ, ബൾക്ക് ഡെൻസിറ്റി അനുസരിച്ച് 2 ക്ലാസിഫൈ ചെയ്തിട്ടുള്ളൂ. ഹെവി മോട്ടാറൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ കൂടുതൽ ഡെൻസിറ്റി ഉണ്ട്, അതിനെ ഹ്യൂജ് ആയിട്ടുള്ള വലിയ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിനൊക്കെ യൂസ് ചെയ്യുക. അതായത് ഹെവി ആയിട്ട് ഉണ്ടാക്കുന്ന മോർട്ടാർ, അതായത് വലിയ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ടിൽ നമ്മൾ മോർട്ടാർ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഒന്നും കൂടി പറയാം. 2 രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് മോർട്ടാറിനെ. ഒന്ന് ബൾക്ക് ഡെൻസിറ്റി അനുസരിച്ചും ഒന്ന് കൈൻഡ് ഓഫ് ബൈൻഡിങ് മെറ്റീരിയൽ അനുസരിച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ബൾക്ക് ഡെൻസിറ്റി അനുസരിച്ച് തന്നെ 2 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്താണ്? ഒന്ന് ഹെവി മോർട്ടാറും ഒന്ന് ലൈറ്റ് വെയ്റ്റ് മോർട്ടാറും. ഒന്ന് ഹെവി മോർട്ടാറും ഒന്ന് ലൈറ്റ് വെയ്റ്റ് മോട്ടാർ. 2 പേരിലുണ്ട്. ഒന്ന് ഹെവി ആയിട്ടുള്ള മോട്ടാറും ഒന്ന് ലൈറ്റ് വെയ്റ്റ്. അതിൻ്റെ ഭാരത്തിനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റീനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ? ഹെവിയും ലൈറ്റ് വെയ്റ്റും ഭാരമാണ് പറയുന്നത്. അപ്പോൾ നോക്കാം. ബൾക്ക് ഡെൻസിറ്റി 15 kN/mm³ അതിൽ കൂടുതലും ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഹെവി മോട്ടാർ. അതിൻ്റെ ഡെൻസിറ്റി
കൂടുതലാണ്. അതുപോലെ തന്നെ എന്താണ്, അതിൽ കുറവായി കഴിഞ്ഞാലോ 15 kN/mm3 കുറവായി കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് എന്ത്? ലൈറ്റ് വെയ്റ്റ് മോട്ടാർ. ലൈറ്റ് വെയ്റ്റ് മോട്ടാർ. ഓക്കെ. അടുത്ത എന്താണ്? കൈൻഡ് ഓഫ് ബൈൻഡിങ് മെറ്റീരിയൽസ്. എന്താ? കൈൻഡ് ഓഫ് ബൈൻഡിങ് മെറ്റീരിയൽസ്. നമ്മൾ യൂസ് ചെയ്യുന്ന ബൈൻഡിങ് മെറ്റീരിയൽസ് അനുസരിച്ച് മോട്ടാറിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുക. ഏതൊക്കെയാ? 1 ലൈം മോട്ടാർ, 2 സുർക്കി മോട്ടാർ, 3 സിമെൻറ്റ് മോട്ടാർ, 4 ജിപ്സം മോട്ടാർ. എന്താണ്? ഒന്നാമത്തെ ലൈം മോട്ടാർ, 2 സുർക്കി മോട്ടാർ, 3 സിമെൻറ്റ് മോട്ടാർ, 4 ജിപ്സം മോട്ടാർ. ക്ലിയർ അല്ലേ? 4 ടൈപ്പാണ് പഠിക്കാനുള്ള. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോട്ടാറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബൈൻഡിങ് മെറ്റീരിയൽ അനുസരിച്ച് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 1 ലൈം മോട്ടാർ, 2 സുർക്കി മോട്ടാർ, 3 സിമെൻറ്റ് മോട്ടാർ, 4 ജിപ്സം മോട്ടാർ. ഓക്കെ, ക്ലിയർ ആണോ? കേട്ട് പരിചയമുള്ളതല്ലേ? ഇതെന്താണ്? ലൈം മോട്ടാർ. എന്താ? ലൈം മോട്ടാർ. ലൈം മോട്ടാറിനെ കുറിച്ച് നോക്കാം. ഇൻ ദീസ് ടൈപ്പ് ലൈം, ഫാറ്റ് ലൈം ഓർ ഹൈഡ്രോളിക് ലൈം ഈസ് യൂസ്ഡ് ഇൻ ബൈൻഡിങ് മെറ്റീരിയൽ. ഏത് ലൈമാണ് നമ്മൾ യൂസ് ചെയ്യുക? ഫാറ്റ് ലൈം ഓർ ഹൈഡ്രോളിക് ലൈം. എന്താ? ഏത് ലൈമാണ് യൂസ് ചെയ്യുക നമ്മൾ ഫാറ്റ് ലൈം മോട്ടാറിന്? പറയൂ. ഓക്കെ. ഫാറ്റ് ലൈം ഓർ ഹൈഡ്രോളിക് ലൈം. നമ്മൾ ലൈം മോട്ടാർ ഉണ്ടാക്കാനായിട്ട് ഫാറ്റ് ലൈം അല്ലെങ്കിൽ ഹൈഡ്രോളിക് ലൈമാണ് യൂസ് ചെയ്യുക. പിന്നെന്താണ്? ദി ലൈം ഷുഡ് ബി സ്ലേക്കഡ് ബിഫോർ യൂസ്. എന്താണ്? ലൈം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലൈം നമ്മൾ സ്ലൈക്ക് ചെയ്യുക. അതായത് സ്ലൈക്കിങ് ആയതിന് ശേഷമാണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുക? മോട്ടാർ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുക. ലൈം നമ്മൾ സ്ലൈക്ക് ചെയ്തതിന് ശേഷമാണ് എന്തിനു യൂസ് ചെയ്യുക? മോട്ടാർ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുള്ളൂ. പിന്നെന്താണ്? ദിസ് മോട്ടാർ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ വാട്ടർ ലോക്ക്ഡ് ഏരിയാസ് ഓർ ഇൻ ഡാം സിറ്റുവേഷൻ. സ്ലൈക്ക് ചെയ്യാന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണല്ലോ. ലൈം സ്ലൈക്ക് ആവുന്ന വെച്ചാൽ എന്താ? ഇങ്ങനെ എയറിൻ്റെ പ്രസൻസിൽ അതിങ്ങനെ മെൽറ്റ് ആവുക. നമ്മൾ ലൈമിൻ്റെ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ളതാണ്. ലൈം എയറായിട്ട്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, എയറിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്ത് സ്ലൈക്കിങ് ആവുന്നു. അപ്പോൾ അങ്ങനെ സ്ലേക്കിംഗ് ആയതിനു ശേഷമാണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുക? മോട്ടാറിൽ യൂസ് ചെയ്യുക. പിന്നെ എന്താണ് പറഞ്ഞത്? അതായത് സ്ലേക്കിംഗ് ആവും. അതായത് എയറിൻ്റെ, അതായത് ഫാറ്റ് ലൈം ആയാലും ഹൈഡ്രോളിക് ലൈം ആയാലും എന്താണ്? സ്ലേക്കിംഗ് ടെൻഡൻസി ഉണ്ട്. അത് എയറിൽ ഇരുന്നാൽ, നോർമലി അത് കുറച്ച് നേരം എയറിൽ ഇരുന്നാൽ തന്നെ മെൽറ്റിംഗ് ആയി തുടങ്ങും, സ്ലേക്കഡ് ആയി തുടങ്ങും. ദിസ് മോട്ടാർ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ വാട്ടർ ലോക്ക്ഡ് ഏരിയാസ് ഓർ ഇൻ ഡാം സിറ്റുവേഷൻ. എന്താണ്? അതായത് കൂടുതൽ ഇപ്പോൾ വെള്ളമില്ലേ, അതായത് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ, അതുപോലെ ഡാം ചതുപ്പ് സ്ഥലങ്ങളിൽ എന്ത് പറ്റില്ല? ലൈം മോട്ടാർ നമ്മൾ യൂസ് ചെയ്യില്ല. വാട്ടർ ലോക്ക്ഡ് ഏരിയാസ് ഓർ ഇൻ ഡാം സിറ്റുവേഷൻ, ചതുപ്പ് പോലുള്ള വെള്ളം കെട്ടിക്കിടക്കുന്ന വാട്ടറിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ള സോയിൽ നമ്മൾ എന്ത് ചെയ്യില്ല? ലൈം മോട്ടാർ യൂസ് ചെയ്യില്ല എന്നാണ് കേട്ടോ. പിന്നെന്താണ്? ദ പ്രൊപ്പോർഷൻ ഓഫ് ലൈം ടു സാൻഡ് ബൈ വോളിയം ഈസ് അബൌട്ട് 1:2. എന്താണ്? 1:2 ആണ് നമ്മൾ എന്ത് ചെയ്യുക?
പ്രൊപ്പോർഷൻ എടുക്കുക മോട്ടാറിന് കേട്ടോ. 1:2, 1 ലൈമാണ്, 2 എന്താണ് സാൻഡാണ്. ഓക്കെ, അതായത് നമ്മൾ ലൈം എടുക്കുന്നതിൻ്റെ ഇരട്ടി എന്തെടുക്കണം, സാൻഡ് എടുക്കണം. അങ്ങനെയാണ് ലൈം മോട്ടാർ ഉണ്ടാക്കുക കേട്ടോ. ലൈം മോട്ടാറിൻ്റെ പ്രൊപ്പോർഷൻ അതാണ് 1:2. പിന്നെന്താണ്, സോ ഇറ്റ് ഈസ് ഡ്യൂറബിൾ ആൻഡ് ഹാർഡ് ആൻഡ് സ്ലോലി. എന്താണ്, ഇറ്റ് ഈസ് ഡ്യൂറബിൾ അതായത് നല്ല ഈട് നിൽക്കുന്നതാണ്. പിന്നെന്താണ്, ഹാർഡ് ആൻഡ് സ്ലോലി, സ്ലോ പ്രോസസ്സാണ്. അതായത് ഹാർഡൻ ആവുന്നത് സ്ലോ പ്രോസസ്സായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് വാട്ടർ ലോഗ്ഡ് ഏരിയാസ് അതുപോലെ തന്നെ ഡാമ്പുള്ള സിറ്റുവേഷനിൽ യൂസ് ചെയ്യില്ല എന്നുള്ളത്. ഹാർഡൻ ആവുന്നത് ഒരു സ്ലോ പ്രോസസ്സായിട്ട് നടക്കുന്ന കാരണം. ഇറ്റ് ഈസ് ജനറലി യൂസ്ഡ് ഫോർ ലൈറ്റ്ലി ലോഡഡ് എബോവ് ഗ്രൗണ്ട് പാർട്സ് ഓഫ് ദി ബിൽഡിംഗ്. എന്താണ്, അതായത് ലൈറ്റ്ലി ലോഡഡ്, അതായത് ഹെവി ലോഡ്സ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, താങ്ങാനായിട്ട് ലൈം മോട്ടാറിന് പറ്റില്ല. ലൈറ്റ്ലി ലോഡഡ് അതായത് ലോഡ്സ് കുറവുള്ള ഏരിയാസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ലൈം മോട്ടാർ യൂസ് ചെയ്യുള്ളൂ. അതായത് കൂടുതൽ ഹെവി ആയിട്ടുള്ള ലോഡ് ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി എന്തിനില്ല, ലൈം മോട്ടാറിന് ഇല്ല. നമ്മളിങ്ങനെ കുറച്ച് പോയിൻ്റായിട്ട് പഠിക്കാം. ഇത് എന്താണ്, നമ്മൾ ഏത് ലൈം യൂസ് ചെയ്യുക, ഫാറ്റ് ലൈം ഓർ ഹൈഡ്രോളിക് ലൈം ഈസ് യൂസ്ഡ് എന്ന് പറയാം അല്ലേ. അതായത് ഫാറ്റ് ലൈം അല്ലെങ്കിൽ ഹൈഡ്രോളിക് ലൈമാണ് ഈ ലൈം മോട്ടാറിന് യൂസ് ചെയ്യുക. അതൊരു പോയിൻ്റ്. ഓക്കെ, ഫാറ്റ് ലൈം ഓർ ഹൈഡ്രോളിക് ലൈം ഈസ് യൂസ്ഡ് ഫോർ ലൈം മോട്ടാർ, അങ്ങനെ പറയാം അല്ലേ, ഫസ്റ്റ് പോയിൻ്റ്. പിന്നെന്താണ്, ലൈം ഷുഡ് ബി സ്ലേക്കഡ് ബിഫോർ യൂസ്. എന്താണ്, സ്ലേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെന്താ പറയുക, നോട്ട് സ്യൂട്ടബിൾ ഫോർ വാട്ടർ ലോഗ്ഡ് ഏരിയാസ്. അത് മാത്രം പറഞ്ഞാലും മതി. എന്താണ്, ലൈം മോട്ടാർ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ വാട്ടർ ലോഗ്ഡ് ഏരിയാസ്, അത് മാത്രം പറയാം. പിന്നെന്താ പറയുക, ലൈം മോട്ടാറിൻ്റെ പ്രൊപ്പോർഷൻ 1:2 ആണ് അല്ലേ. പ്രൊപ്പോർഷൻ ഓഫ് ലൈം ടു സാൻഡ് ഈസ് എന്താണ്, 1:2. ഓക്കെ, അതിൻ്റെ പ്രൊപ്പോർഷൻ 1:2 ആണെന്ന് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെന്താണ് പറഞ്ഞത്, ഡ്യൂറബിൾ ആൻഡ് ഹാർഡ് ആൻഡ് സ്ലോലി. ഇറ്റ് ഈസ് ഡ്യൂറബിൾ ആൻഡ് ഹാർഡ് ആൻഡ് സ്ലോലി, അത് നെക്സ്റ്റ് പോയിൻ്റായിട്ട് പറയാം. പിന്നെന്ത് പറയാം, ലൈറ്റ് ലോഡഡ് ആയിട്ട് വരുന്ന ഭാഗങ്ങളിൽ മാത്രമേ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുള്ളൂ, ലൈം മോട്ടാർ യൂസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറയാം, ഹെവി ലോഡ്സ് ബെയർ ചെയ്യില്ല എന്ന് പറയാം. ഹെവി ലോഡ്സ് ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി എന്തിനില്ല, ലൈം മോട്ടാറിനില്ല എന്ന് പറയാം. ലൈറ്റ് ലോഡഡ് ആയിട്ടുള്ള പാർട്സിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അതെ തറയിലോ, അതായത് ഹെവി ആയിട്ട് ലോഡ്സ് വരുന്ന സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അതായത് കൂടുതൽ മുകളിലേക്ക് ഫ്ലോറുകൾ വരുമ്പോൾ നമുക്ക് ഈ ലൈം മോട്ടാർ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഓരോ ഫ്ലോറുകൾ കൂടുതൽ വരുമ്പോൾ ലോഡ് കൂടുതൽ വരും അല്ലേ. മുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലോഡ് ബെയർ ചെയ്യുന്ന നമ്മുടെ ഏറ്റവും വലിയ ഫങ്ഷൻ ചെയ്യുന്ന നമ്മുടെ ഫൗണ്ടേഷനാണ് അല്ലേ. അപ്പോൾ കൂടുതൽ ഫ്ലോറുകളും കാര്യങ്ങളാവുമ്പോൾ അതിൻ്റെ ലോഡ് ഫൗണ്ടേഷനിലേക്ക് വന്നിട്ട് ഫൗണ്ടേഷനിൽ നിന്ന് വേണം എന്തിലേക്ക് കൊടുക്കാൻ, സോയിലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ അല്ലേ. ഫൗണ്ടേഷൻ്റെ ധർമ്മം അതാണ് അല്ലേ. മുകളിൽ നിന്ന് വരുന്ന ലോഡ്സിനെ ബെയർ ചെയ്തുകൊണ്ട്, അതായത് അതിനെ ആ ലോഡിനെ താങ്ങിക്കൊണ്ട് ആ ലോഡിനെ എന്ത് ചെയ്യണം, സോയിലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ ഹെവി ആയിട്ടുള്ള ലോഡ്സ് വരുന്ന സ്ട്രക്ചറൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ പോയിൻ്റായിട്ട് നമ്മൾ പഠിക്കും. ഇങ്ങനെ സെൻറ്റൻസുകളൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. നമ്മളിങ്ങനെ പോയിൻറ്റുകളായിട്ട് ഞാൻ നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വേണമെങ്കിൽ ഞാൻ ക്ലാസ് ഈ ലൈം മോട്ടാറൊക്കെ ജസ്റ്റ് ഒരു പോയിൻ്റായിട്ട് ഇതിൻ്റെ അപ്പുറത്ത് തന്നെ സ്ലൈഡിൽ ആഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. സെൻറ്റൻസിനാണ് നല്ലത്, നിങ്ങൾക്ക് പോയിൻ്റായിട്ട് ആക്കിയിട്ട് ഞാൻ അയക്കാം. ഓക്കെ, സിമ്പിൾ പോയിൻ്റുകളാക്കാം. കഴിഞ്ഞ ക്ലാസ്സിലെ ഇതുപോലെയുള്ള പോയിൻ്റുകൾ പോലെ ആക്കിയാൽ മതിയില്ലേ.
അല്ലേ? ഇതുപോലെയുള്ള പോയിന്റുകൾ പോലെ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കുഴപ്പമുണ്ടാവില്ല. ക്ലിയർ അല്ലേ? അടുത്തത് നോക്കുക, സുർക്കി മോട്ടാർ. എന്താ സുർക്കി മോട്ടാർ? ഇൻ ദിസ് ടൈപ്പ് ഓഫ് മോട്ടാർ യൂസിങ് ഫുള്ളി സുർക്കി ഇൻസ്റ്റീഡ് ഓഫ് സാൻഡ് ഓർ ഹാഫ് സുർക്കി ഇൻസ്റ്റീഡ് ഓഫ് ലൈം. എന്താ ചെയ്യുക? ഒന്നില്ലെങ്കിൽ ഫുള്ളായിട്ട് നമ്മൾ സുർക്കി തന്നെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എന്തും കൂടി ആഡ് ചെയ്യുക, സുർക്കിയും ലൈമും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഫുള്ളി സുർക്കി ഇൻസ്റ്റീഡ് ഓഫ് സാൻഡ്. ഫുൾ സുർക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സാൻഡായിട്ടാണ് എന്ത് യൂസ് ചെയ്യുക, സാൻഡ് യൂസ് ചെയ്തിട്ടാണ് മോട്ടാർ പ്രിപ്പറേഷൻ ചെയ്യുക. അതായത് ബൈൻഡിങ് മെറ്റീരിയൽ സുർക്കിയും ഫൈനായിട്ടുള്ള അഗ്രിഗേറ്റായിട്ട് സാൻഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ. ഓക്കെ. അല്ലാതെ പകുതി സുർക്കിയും പിന്നെ നമ്മൾ എന്തും കൂടി ആഡ് ചെയ്യും, ലൈമും കൂടിയും ആഡ് ചെയ്യും. എന്ത് ചെയ്യും? ലൈമും കൂടിയും ആഡ് ചെയ്യും. അതിൽ ബൈൻഡിങ് മെറ്റീരിയൽ ലൈം ആയിരിക്കും, ഫൈൻ അഗ്രിഗേറ്റ് എന്തായിരിക്കും, സുർക്കി. അതായത് സുർക്കി ഷുഡ് ബി ഫൈൻ. അതായത് മനസ്സിലായില്ല എന്ന് തോന്നുന്നു അല്ലേ? സുർക്കി മെറ്റീരിയൽ കണ്ടിട്ടില്ല നിങ്ങൾ? ഒരുപാട് പറയുന്നുണ്ട്, പക്ഷെ അത് കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഫിഗർ കാണിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന് വെയിറ്റ് ചെയ്യണേ. കണ്ടോ? ഇമേജസ് എടുക്കാം. കണ്ടോ? ക്ലിയർ ആണ്? എങ്ങനെ ഉണ്ടാക്കണത്, എങ്ങനെ പ്രിപ്പറേഷൻ എന്താന്ന് പറയാം, എന്നാലല്ലേ അറിയുള്ളൂ. അത് ഇതൊരു സോയിലില്ലേ, നമ്മൾ ആദ്യ കാലത്ത് നമ്മൾ മണ്ണ് കൊണ്ട് ചെയ്യില്ലേ, അത് തന്നെയാണ് എന്ത്, സുർക്കി. മഡിന്റെ ശരിക്കും പ്യുവറായി, അതായത് അങ്ങനെ ഫുള്ളി മഡ് എന്ന് പറയാൻ പറ്റില്ല. കല്ലുകളില്ലേ, ചെങ്കല്ലുകളൊക്കെ പൊടിച്ചിട്ട്, കണ്ടോ, ഇങ്ങനത്തെ ഫോമിലാണ് നമുക്ക് കിട്ടുക. ക്ലേ കണ്ടോ, ക്ലേ ആണ് ഒരു തരത്തിൽ. ഫുള്ളി മഡ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. എന്താണ്, കണ്ടോ, ക്ലേ റെഡ്, ബ്രിക്ക് പൗഡർ, സുർക്കി. അതായത് അതാണ് ഞാൻ പറഞ്ഞത്, ചെങ്കല്ലില്ലേ, അതായത് ക്ലേ അതുപോലെയുള്ള സോയില്, ചെങ്കല്ലുകൾ, അതുപോലെയുള്ള പൗഡറുകൾ പൊടിച്ചുണ്ടാക്കുന്ന ഒരു പൊടി, ഒരു പൗഡറായിട്ടുള്ള ഫോം, ഇതാണ് സുർക്കി. ബൈൻഡിങ് മെറ്റീരിയൽ ലൈം ആണല്ലോ. ബൈൻഡിങ് മെറ്റീരിയൽ ലൈം. വീഡിയോസ് യൂട്യൂബിലുണ്ട്. അതാണ്, അതും കൂടി ആഡ് ചെയ്യാം നമുക്ക്. ഇത് നോക്കൂ, എന്താണ് സുർക്കി മോട്ടാറിൽ എന്താ വരുന്നത്, സുർക്കി മോട്ടാർ. ഇൻ ദിസ് മോട്ടാർ യൂസിങ് ഫുള്ളി സുർക്കി ഇൻസ്റ്റീഡ് ഓഫ് സാൻഡ്. എന്നാണ്, ഒന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സാൻഡും സുർക്കി മെറ്റീരിയലും കൂടി ഒരുമിച്ച് ചെയ്യും. അല്ലാത്ത പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, സുർക്കിയും പിന്നെ എന്ത് ആഡ് ചെയ്യും, ലൈമും കൂടിയിട്ടാണ് എന്ത് ചെയ്യുക, മോട്ടാർ ഉണ്ടാക്കുക. അതിൽ ലൈമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ബൈൻഡിങ് മെറ്റീരിയൽ. പൗഡേർഡ് ഫോമിലായിട്ടുള്ള സുർക്കി ആയിരിക്കും എന്ത്,
ഫൈനായിട്ടുള്ള അഗ്രിഗേറ്റ്, അതാണ് ഫൈൻ പൗഡർ ഓഫ് സുറുക്കി ഷുഡ് ബി എന്താ, പൗഡർ ഓഫ് സുറുക്കി ഷുഡ് ബി ഫൈൻ. ഓക്കെ, 2 തരത്തിലാണ് വരുന്നത്. ഒന്ന് സുറുക്കി വിത്ത് സാൻഡ്, അതുപോലെ തന്നെ സുറുക്കിയും ലൈമും കൂടി മിക്സ് ചെയ്തിട്ട്. ഓക്കെ, പിന്നെന്താ പറയുന്നത്, സുർക്കി മോട്ടാർ ഈസ് യൂസ്ഡ് ഫോർ ഓർഡിനറി മേസൺറി വർക്ക് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് ഫൗണ്ടേഷൻസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചേഴ്സ്. എന്താണ്, സൂപ്പർ സ്ട്രക്ചറിലും സബ്സ്ട്രക്ചറും സൂപ്പർ സ്ട്രക്ചറും എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? സബ്സ്ട്രക്ചറും സൂപ്പർ സ്ട്രക്ചറും തറയ്ക്ക് മുകളിലുള്ള ഭാഗമാണല്ലോ സൂപ്പർ സ്ട്രക്ചർ. ആ, സബ്സ്ട്രക്ചർ സൂപ്പർ സ്ട്രക്ചർ. എന്താ സബ്സ്ട്രക്ചർ? താഴെ വരുന്ന ഭാഗം, അതായത് എന്താ, പ്ലിന്തിന് താഴെ, അതായത് പ്ലിന്ത് ലെവലിന് താഴെ വരുന്നതാണ് എന്ത്, സബ്സ്ട്രക്ചറും പ്ലിന്ത് ലെവലിന് മുകളിൽ വരുന്നതാണ് എന്ത്, സൂപ്പർ സ്ട്രക്ചറും. അത് കമ്പോണൻസ് ഓഫ് ബിൽഡിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്, അടുത്ത മൊഡ്യൂളിലാണ് വരുന്നത്. ആരാണ് ലേറ്റ് കമ്മർ? എന്താ, സുർക്കി മോട്ടാർ ഈസ് യൂസ്ഡ് ഫോർ ഓർഡിനറി മേസൺറി വർക്ക്, അതായത് ഓർഡിനറി ആയിട്ടുള്ള മേസൺറി വർക്കിനാണ് യൂസ് ചെയ്യുക. പിന്നെന്താണ്, ഫൗണ്ടേഷൻസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ അതുപോലെ തന്നെ എന്തിനാണ്, മേസൺറി വർക്കിനും എന്ത് യൂസ് ചെയ്യും, സുർക്കി മോട്ടാർ യൂസ് ചെയ്യും. പിന്നെന്താണ്, ബട്ട് ഈസ് കനോട്ട് ബി യൂസ്ഡ് ഫോർ പ്ലാസ്റ്ററിങ് ഓർ പോയിൻറ്റിങ്. എന്താണ്, പ്ലാസ്റ്ററിങ്ങിനും പോയിൻറ്റിങ്ങിനും യൂസ് ചെയ്യാറില്ല. പ്ലാസ്റ്ററിങ്ങിനും പോയിൻറ്റിങ്ങിനും, ഇത് നിങ്ങൾക്ക് 1 വേർഡ് ചോദിക്കാം, ഏത് മോട്ടാറാണ് യൂസ് ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിക്കാം. പ്ലാസ്റ്ററിങ്ങിനും പോയിൻറ്റിങ്ങിനും യൂസ് ചെയ്യാൻ പറ്റാത്ത മോട്ടാർ ഏതാ? അതായത് നമ്മൾ യൂസ് ചെയ്യില്ല മോട്ടാർ ഏതാ? സുർക്കി മോട്ടാർ. സിൻസ് സുർക്കി ഈസ് ലൈക്ലി ടു ഡിസിൻറ്റഗ്രേറ്റ് ആഫ്റ്റർ സം ടൈം. കുറച്ച് സമയങ്ങൾക്ക് ശേഷം എന്ത് സംഭവിക്കും? ഡിസിൻറ്റഗ്രേറ്റ് ആവുക. എന്താ ഡിസിൻറ്റഗ്രേറ്റ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ നശിക്കുക അല്ലെങ്കിൽ ശിഥിലമായി പോവുക. ഡിസിൻറ്റഗ്രേറ്റിൻ്റെ ശരിക്കും മലയാളം ശിഥിലമായി പോവാന്നാണ്, അതായത് നശിച്ചു പോവുക. കാലക്രമേണ എന്ത് പറ്റും? പൊളിഞ്ഞു പോവും അല്ലെങ്കിൽ നശിച്ചു പോവും. അതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്? പ്ലാസ്റ്ററിങ് പോയിൻറ്റിങ് ചെയ്യാത്തത്. അതായത് പ്ലാസ്റ്ററിങ് പോയിൻറ്റിങ് നമുക്കറിയാലോ, അതായത് ഒരു വോളിൽ അല്ലെങ്കിൽ സ്റ്റിക്കായിട്ടിരിക്കേണ്ടതാണ്. നമ്മൾ സാധാരണ മേസൺട്രിയിലെ ജോയിൻറ്റ്സ് ഫില്ല് ചെയ്യുന്ന പോലെയല്ല, ഒരു വോളിൽ അല്ലെങ്കിൽ ഒരു സർഫസിൽ സ്റ്റിക്കിംഗ് ആയിട്ടിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, പ്ലാസ്റ്ററിങ് ആയാലും പോയിൻറ്റിങ് ആയാലും. അല്ല, അതിന് പ്രത്യേകിച്ച് സപ്പോർട്ടിങ് ആയിട്ടുള്ള ഇതുണ്ടാവില്ല പ്ലാസ്റ്ററിങ്ങിലും പോയിൻറ്റിങ്ങിലും. നമ്മൾ മേസൺട്രി വർക്ക് ചെയ്യുമ്പോൾ മോട്ടാർ ജോയിൻറ്റ്സ് ഫില്ല് ചെയ്യാനാണെങ്കിൽ കുഴപ്പമില്ല. അതായത് ബ്രിക്ക് 2 ബ്രിക്ക് ഉണ്ട് അതിൻ്റെ ഇടയിൽ അല്ലേ. ഇവിടെ എന്താണ്, പ്ലാസ്റ്ററിങ്ങും പോയിൻറ്റിങ്ങിലും എന്താണ്, ഒരു സപ്പോർട്ടിങ് ഇല്ല. ആ വോളിൽ അല്ലെങ്കിൽ ആ സർഫസിൽ സ്റ്റിക്കായിട്ടിരിക്കേണ്ടതാണ് എന്ത്, പ്ലാസ്റ്ററിങ്ങും പോയിൻറ്റിങ്ങും. അതുകൊണ്ട് തന്നെ സുർക്കി മോട്ടാർ നമ്മൾ എന്ത് ചെയ്യില്ല, പ്ലാസ്റ്ററിങ്ങിനും പോയിൻറ്റിങ്ങിനും യൂസ് ചെയ്യില്ല. കാരണം എന്താണ്, കുറച്ച് സമയങ്ങൾക്ക് ശേഷം, അതായത് കാലക്രമേണ എന്ത് സംഭവിക്കും, സുർക്കി മോട്ടാർ ഡിസിൻറ്റഗ്രേറ്റ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, അങ്ങനെ ആവും, നശിച്ചു പോവാം. ഓക്കെ, ഈ ഒരു പോയിന്റ് മനസ്സിലുണ്ടാവണം. അതായത് പ്ലാസ്റ്ററിങ്ങിനും പോയിൻറ്റിങ്ങിനും യൂസ് ചെയ്യില്ല. അടുത്ത എന്താ വരുന്നത്, സിമെൻറ്റ് മോട്ടാർ. സിമെൻറ്റ് മോട്ടാർ നമുക്ക് അറിയാവുന്നതല്ലേ, എല്ലാവർക്കും അറിയുന്നതല്ലേ സിമെൻറ്റ് മോട്ടാർ. അപ്പോൾ സിമെൻറ്റ് മോട്ടാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ബൈൻഡിങ് മെറ്റീരിയൽ ഏതായിരിക്കും? സിമെൻ്റ് ആയിരിക്കും നമ്മൾ ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നോക്കാം, ഇൻ ദിസ് ടൈപ്പ് ഓഫ് മോട്ടാർ ദ സിമെൻറ്റ് ഈസ് യൂസ്ഡ് ആസ് ബൈൻഡിങ് മെറ്റീരിയൽ.
ബൈൻഡിങ് മെറ്റീരിയൽ എന്താ മ്യൂട്ടാക്കൂ. ആരായിരുന്നു അത്? എന്താണ് ബൈൻഡിങ് മെറ്റീരിയൽ ഏതാണ്? സിമെൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഡെവലപ്പിംഗ് upon the strength required and important of work, the proportion of cement to sand by volume varies from. ഒന്ന് മ്യൂട്ടാക്കൂ. ആരാണ്? ഷോബി. എല്ലാവർക്കും കുട്ടികളും മക്കളൊക്കെ ഉള്ളതല്ലേ? അതല്ല, എനിക്ക് മാത്രമല്ല ബാക്കി എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആവും. നമ്മൾ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നതാണ്. ആ റെക്കോർഡിങ്ങിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സൗണ്ട് കേൾക്കുമ്പോൾ അത് റെക്കോർഡർ ക്ലാസ് കേൾക്കുന്നവർക്കും ക്ലിയർ ആവില്ല. ഓക്കെ, പിന്നീട് അങ്ങോട്ട് എക്കോ അങ്ങനെയുള്ള പ്രോബ്ലംസ് വരും. നോക്കാം എങ്ങനെയാണ് പ്രൊപ്പോർഷൻ എങ്ങനെയാണ് വരുന്നത്. വേരീസ് ഫ്രം 1:2 to 1:6. The sand only can be used to form cement mortar. എന്താണ് പ്രൊപ്പോർഷൻ എത്ര തൊട്ട് എത്ര വരെ വരുന്നുണ്ട്? 1:2 മുതൽ 1:6 വരെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ സിമെൻറ്റ് മോട്ടാർ പ്രിപ്പറേഷന് യൂസ് ചെയ്യാറുണ്ട്. ഏതൊക്കെയാണ് പ്രൊപ്പോർഷൻ? 1:2 1:6 വരെ എന്നാണ് കേട്ടോ. 6 വരെ എന്നാണ്. എൻ്റെ ഇടയിൽ ഒരു 2 ഉണ്ട്. 1:2 മുതൽ 1:6 വരെ. പിന്നെന്താണ് പ്രത്യേകത? സിമെൻറ്റ് മോട്ടാർ ഉണ്ടാക്കാനായിട്ട് അതായത് ഫൈൻ അഗ്രിഗേറ്റ് ആയിട്ട് നമ്മൾ സാൻഡ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. സിമെൻറ്റ് മോട്ടാറിലെ ഫൈൻ അഗ്രിഗേറ്റ് ആയിട്ട് നമ്മൾ എന്ത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ? സാൻഡ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. സാൻഡ് ഓൺലി ക്യാൻ ബി യൂസ്ഡ് ടു ഫോം സിമെൻറ്റ് മോട്ടാർ. സിമെൻറ്റ് മോട്ടാർ ഉണ്ടാക്കുന്നതിന് ഫൈൻ അഗ്രിഗേറ്റ് ആയിട്ട് നമ്മൾ എന്തേ ഉപയോഗിക്കാറുള്ളൂ? സാൻഡ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെന്താ? ദ പ്രൊപ്പോർഷൻ ഷുഡ് ബി ഡിറ്റർമൈൻഡ് വിത്ത് ഡ്യൂ റിഗാർഡ് ടു ദി സ്പെസിഫൈഡ് ഡ്യൂറബിലിറ്റി ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ. എന്താണ് പ്രൊപ്പോർഷൻ നമ്മളെങ്ങനെ ഡിസൈഡ് ചെയ്യുക? അതിന് വേണ്ട സ്ട്രെങ്ത്തും അതുപോലെ തന്നെ എന്താണ് അവിടുത്തെ വർക്കിംഗ് കണ്ടീഷന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? അതിൻ്റെ പ്രൊപ്പോർഷന് ഏതാ വേണ്ടതെന്ന് തീരുമാനിക്കുക. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞ 1:2 തൊട്ട് 1:6 വരെ. അതിൻ്റെ ഡ്യൂറബിലിറ്റി, അതിൻ്റെ സ്ട്രെങ്ത്ത്, എന്താണ് അവിടുത്തെ ഫങ്ഷൻ, എത്രത്തോളം ലോഡ് ബെയറിംഗ് ഉണ്ട്, അങ്ങനെ നോക്കിയിട്ടായിരിക്കും നമ്മളതിൻ്റെ സിമെൻറ്റ് മോട്ടാറിൻ്റെ പ്രൊപ്പോർഷൻ ഡിസൈഡ് ചെയ്യുക. ഓക്കെ, ഡ്യൂറബിലിറ്റി ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ. പിന്നെന്താ? ദ സിമെൻറ്റ് മോട്ടാർ ഈസ് യൂസ്ഡ് വേർ എ മോട്ടാർ റിക്വയർഡ് സച്ച് ആസ് അണ്ടർഗ്രൗണ്ട് കൺസ്ട്രക്ഷൻ, വാട്ടർ സാച്ചുറേറ്റഡ് സോയിൽസ് എക്സെട്ര. എന്താണ് സിമെൻറ്റ് മോട്ടാർ എവിടെ കൂടുതൽ യൂസ് ചെയ്യുക? അണ്ടർഗ്രൗണ്ട് കൺസ്ട്രക്ഷൻ, അതുപോലെ വാട്ടർ സാച്ചുറേറ്റഡ് സോയിൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ലൈം മോട്ടാർ നമ്മൾ എന്താണ് വാട്ടർ ലോഗ്ഡ് ഏരിയാസിൽ യൂസ് ചെയ്യില്ലാന്ന്. പക്ഷേ സിമെൻറ്റ് മോട്ടാർ നമ്മൾ എന്ത് യൂസ് ചെയ്യും? വാട്ടർ സാച്ചുറേറ്റ്. എന്താ സാച്ചുറേറ്റ് ചെയ്തിരിക്കുകയെന്ന് വെച്ചാൽ? വാട്ടറിന് സാച്ചുറേറ്റ് ചെയ്തിരിക്കുകയെന്ന് വെച്ചാൽ എന്താ മലയാളം മീനിങ്? വാട്ടറിൻ്റെ കണ്ടൻ്റ് ഉള്ള കുതിർന്നിരിക്കുക. മനസ്സിലായോ? വാട്ടറിൽ കുതിർന്നിരിക്കണതിനെയാണ് നമ്മൾ വാട്ടർ സാച്ചുറേറ്റ് ചെയ്യുക എന്ന് പറയുക. വാട്ടർ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സോയിൽസിലും നമ്മൾ എന്താ യൂസ് ചെയ്യുക? സിമെൻറ്റ് മോട്ടാറാണ് യൂസ് ചെയ്യുക. ലൈം മോട്ടാർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് വാട്ടർ ലോഗ്ഡ് ഏരിയാസും അതുപോലെ ഡാം സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യില്ല? മോട്ടോർ കാനോട്ട് യൂസ്. ഓക്കെ, സിമെൻറ്റ് മോട്ടാർ പക്ഷെ നമ്മൾ എവിടെ യൂസ് ചെയ്യും? അണ്ടർഗ്രൗണ്ട് കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ വാട്ടർ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സോയിൽസിലും നമ്മൾ യൂസ് ചെയ്യും. ക്ലിയർ ആണോ സിമെൻറ്റ് മോട്ടാർ? നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം തോന്നുന്നത് സിമെൻറ്റ് മോട്ടാറായിരിക്കും അല്ലേ? എന്താണ് നമ്മൾ ബൈൻഡിങ് മെറ്റീരിയലായിട്ട് സിമെൻ്റാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്
സിമെൻറ്റ് മോട്ടാർ എന്ന് പറയുന്നത്. പിന്നെന്താണ്, നമുക്ക് അതിൻ്റെ സ്ട്രെങ്ത്തൊക്കെ എത്രത്തോളം ആവശ്യമുണ്ടെന്നനുസരിച്ച് അതിൻ്റെ പ്രൊപ്പോർഷനിൽ നമുക്ക് ചേഞ്ചിങ് വരുത്താം. ഏതാണ് 1:2 തൊട്ട് 1:6 വരെ നമ്മൾ പ്രൊപ്പോർഷൻ എടുക്കാറുണ്ട്. ഈ പ്രൊപ്പോർഷൻ എടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവിടുത്തെ ഡ്യൂറബിലിറ്റി, എത്രത്തോളം ഡ്യൂറബിലിറ്റി വേണം, അതുപോലെ അതിൻ്റെ സ്ട്രെങ്ത്ത്, ഹാർഡൻ ചെയ്യാനുള്ള ടൈം, വർക്കിംഗ് കണ്ടീഷൻ, എത്രത്തോളം ലോഡ് വരും, അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പ്രൊപ്പോർഷൻ ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെന്താണ്, സിമെൻറ്റ് മോട്ടാറിൽ നമ്മൾ എന്ത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ? ഫൈൻ അഗ്രിഗേറ്റ് ആയിട്ട് സാൻഡ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഓക്കെ അല്ലേ? അതുപോലെ അണ്ടർഗ്രൗണ്ട് കൺസ്ട്രക്ഷനും വാട്ടർ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സോയിൽസിൽ നമ്മൾ സിമെൻറ്റ് മോട്ടാർ യൂസ് ചെയ്യാറുണ്ട്. അടുത്ത എന്താണ്, ജിപ്സം മോട്ടാർ. ജിപ്സം മോട്ടാറും സിമെൻറ്റ് മോട്ടാറായിട്ട് കമ്പാരിസൺ ഇല്ല. അതിൽ ജിപ്സം മോട്ടാറാണെന്നുള്ള, അതായത് ജിപ്സമാണ് ബൈൻഡിങ് മെറ്റീരിയൽ എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദിസ് മോട്ടാർ ആർ പ്രിപ്പയർഡ് ഫ്രം ജിപ്സം ആസ് ബൈൻഡിങ് മെറ്റീരിയൽ. ആ ഒരു കമ്പാരിസൺ മാത്രമേ ജിപ്സം മോട്ടാറും സിമെൻറ്റ് മോട്ടാറായിട്ടുള്ളൂ. ഓക്കെ, അതിൻ്റെ ബൈൻഡിങ് മെറ്റീരിയൽ ജിപ്സം ആണെന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് എന്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പ്രോപ്പർട്ടീസ് ആർ സെയിം ആസ് സിമെൻറ്റ് മോട്ടാർ. സിമെൻറ്റ് മോട്ടാറിൻ്റെ പ്രോപ്പർട്ടീസും ജിപ്സം മോട്ടാറിൻ്റെ പ്രോപ്പർട്ടീസും സെയിം ആണെന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് വലിച്ചു വാരി അതിൽ എഴുതണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്ത് പറഞ്ഞ്, ജിപ്സം മോട്ടാറും സിമെൻറ്റ് മോട്ടാറായിട്ടുള്ള കമ്പാരിസൺ. അതായത് രണ്ടും സെയിം തന്നെയാണ് വരുന്നത്. അതിലെന്ത് മാത്രം മാറ്റമുള്ളൂ, ബൈൻഡിങ് മെറ്റീരിയൽ ഒന്നിൽ സിമെൻറ്റ് മോട്ടാറിൽ സിമെൻ്റാണ്, ജിപ്സം മോട്ടാറിൽ ജിപ്സം ആണെന്നുള്ള മാറ്റം മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ ആണോ? ഇത് മതിയോ ക്ലാസ്? അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കണോ? മതി മാഡം. മതി.